ചിക്മംഗ്ലൂർ എന്നെ നെട്ടിച്ചു. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടല്ലോ. It is one of the beautiful place in Karnataka. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു അടിപൊളി വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂരാണ്. ചിക്മംഗ്ലൂരിൽ ഇവിടെ ആയിരുന്നു ഞാൻ സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി പോകുന്നത് മുല്ലയനഗിരി പീക്ക്, കർണാടക. It is one of the beautiful place in Karnataka. Every day, daily 50,000 people will be to see the place. So one of the most beautiful city, most beautiful hill station in the Karnataka. Okay, thank you. ഇത് ഇവിടുന്ന് പരിചയപ്പെട്ട രണ്ട് ചേട്ടന്മാരാണ്. അവർ ചാനലിൽ എൻ്റെ ഒരു വീഡിയോ കൂടി ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരോട് രണ്ട് അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 33 കിലോമീറ്ററാണ് ഉള്ളത് നമ്മളെ സ്പോട്ടിലേക്ക്. 1 മണിക്കൂറാണ് ഇല്ല കേട്ടോ ട്രാവൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കർണാടകയിലെ ഏറ്റവും വലിയ പീക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പോകുന്നത് മുല്ലയനഗിരി പീക്കിലേക്കാണ് പോകുന്നത്. അതായത് കർണാടകയിലെ ഹയസ്റ്റ് പീക്കാണ്, ഏറ്റവും വലിയ പീക്കാണ് കർണാടകയിലെ. ചിക്മംഗ്ലൂർ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ പറയപ്പെടുന്ന മുല്ലയനഗിരി പീക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ വേറെയും സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് മുല്ലയനഗിരി പീക്കിലേക്കാണ്. ഇവിടെ ഈ ചിക്മംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. അതായത് ഇവിടെ മുഴുവൻ ലോഡ്ജുകളാണ്. ഒരു സംഖ്യക്ക് ലോഡ്ജുകളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അത്രയും ലോഡ്ജുകളാണ്. നമുക്ക് വേണ്ടത് നോക്കി തിരഞ്ഞെടുക്കാം. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ ലോഡ്ജുകളാണ്. നമ്മൾ ഇപ്പോൾ മറ്റു ഈ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലോഡ്ജുകൾ കണ്ടിട്ടില്ലേ, ആ റേഞ്ചിൽ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ലോഡ്ജുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ കയറി നോക്കിയ 1-2 കയറി നോക്കിയത്, പിന്നെ പുറത്തുനിന്ന് കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ട്രാക്കർ ട്രാവലറാണ്. അതുപോലെ ഫേസ്ബുക്കിൻ്റെയും പേര് ട്രാക്കർ ട്രാവലർ തന്നെയാണ്. സമയം 8 മണിയായിട്ടുള്ളൂ കേട്ടോ. നല്ല നീറ്റാണ് കേട്ടോ ചിക്മംഗ്ലൂർ. വലിയ വൃത്തികേടൊന്നും ആക്കിയിട്ടല്ല കൊണ്ടുനടക്കുന്നത്, നീറ്റായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുനടക്കുന്നതൊക്കെ. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടല്ലോ, എന്താ പൊളിയാരോ, ഒരു രക്ഷയില്ല. ഇവിടുന്ന് കാണുമ്പോൾ ഹിൽ സ്റ്റേഷനൊക്കെ ഇങ്ങനെ നൈസായിട്ട് കാണുന്നുണ്ട്. ചെറിയ കോട മൂടി കിടക്കുന്ന ഹിൽ സ്റ്റേഷനും ആ റോഡിൻ്റെ ഭംഗിയും പൊളിപ്പൊളി. ഇന്നലെ ഞാൻ ഇവിടെ എത്തിയത് കർക്കലയിൽ നിന്ന് നേരെ അകുമ്പ വന്നത്. അകുമ്പയുടെ വീട് ഞാൻ എടുത്തിട്ടില്ല. അകുമ്പയിൽ ശരിക്ക് ഒരു ദിവസം നിന്ന് കറങ്ങാനൊന്നും ഇല്ല. അവിടെ പോരുന്ന വഴിക്ക് ജസ്റ്റ് വന്ന് കുറച്ച് നേരം കാണാൻ, ഒരു ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെയൊക്കെ കാണാനേ ഉള്ളൂ. 1 ഡേ ഫുൾ സ്റ്റേ ചെയ്ത് കാണാൻ മാത്രമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും കാണാനൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് നേരെ ചിക്മംഗ്ലൂർ ചെയ്തത്. ചിക്മംഗ്ലൂർ എത്തിയപ്പോഴേക്ക് രാത്രി 9 മണിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്ത് കണ്ട് ഇപ്പോൾ നേരെയാണ് നമ്മൾ അടുത്ത ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, അങ്ങനെ മുല്ലയനഗിരി പീക്കിലേക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. क्या भैया? 10 रुपीज़. ഇവിടെ ഈ ഫോറസ്റ്റിലേക്ക് കയറാൻ 10 രൂപ
ഫീ ഉണ്ട് കേട്ടോ. ഓ പൊളി, നൈസ് റൂട്ടാണല്ലോ. ഓ പൊളി മാൻ, പൊളി പൊളി. നൈസ് റൂട്ടാണ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് 25 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മളെ സ്പോട്ടിലേക്കുള്ളത്. പീക്കിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു അടിപൊളി ഏരിയ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് സൈഡാക്കി കേട്ടോ. എനിക്കൊരു ഫോട്ടോ എടുക്കണം തോന്നി, അങ്ങനെ സൈഡാക്കിയതാണ്. ഓ സംഭവം പൊളിച്ചിട്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ കാപ്പിത്തോട്ടങ്ങളാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാം. അടിപൊളി വ്യൂ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആളുകൾ നിർത്തിയിട്ട് കാണുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കണില്ല, നേരെ മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ 2 വ്യൂ പോയിന്റ് കണ്ടു. ഓ എൻ്റെ മോനെ, പൊളി പൊളി, ഒരു രക്ഷയില്ല. ഇവിടെ എന്തായാലും തിരക്കുണ്ടാവും. നമ്മളെ അകുംബെ പോലെ ഒന്നും ആവില്ല. അകുംബെ ഒരു മനുഷ്യല്ല, പക്ക ഒരു പട്ടിക്കാട്. ഈ പോകുന്ന റൂട്ടിൽ ചെറിയ ചെറിയ വാട്ടർഫാൾസുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല വെള്ളമാണ്, കുടിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി വെള്ളമായിരിക്കും. കാരണം മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ചെറിയ വാട്ടർഫാൾസ് ഇപ്പോൾ 2 കഴിഞ്ഞു പോയി. ഈ കോടട്ടോ, മുലയനഗിരി പറയണത് 3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇതിൽ 24 കിലോമീറ്ററും. ഹെവി കോട എന്ന് പറഞ്ഞാൽ പോലെ ഹെവി കോട, ഒരു രക്ഷയില്ല, പൊളിച്ചു. 1 2 3 റോഡുണ്ട്. ഇതിലാരോ കാണിക്കുന്നത് ഇതിലെങ്ങട്ടാണ്. ഇതിലെ പോയേക്കാം. വണ്ടികളെ കാണുന്നു പോലുമില്ല, അത്ര കോട. ഓ എനിക്ക് തോന്നുന്നു നമ്മുടെ വാഗമോണിന്ന് കഴിഞ്ഞിട്ട് ഒരു കോട ഇട്ടണ ഇങ്ങനത്തെ ഒരു കോട ഇപ്പോഴാക്കണം. ഫോഗ്ലാമൊന്നും ഇട്ടേക്കാം. മോനെ ഒരു രക്ഷയില്ലട്ടോ, പൊളിച്ചിക്കണു പറഞ്ഞാൽ പൊളിച്ചിക്കണു. ഓ ചിക്മംഗ്ലൂർ എന്നെ നെട്ടിച്ചു. ഹെവി കോട, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്ര കോട ഉണ്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓ ഇവിടെ നിർത്തിയേക്കാം. ഇവിടെ വലിയ തിരക്കൂല, പക്ഷെ ഒന്നും കാണാനില്ല, നിർത്തിയിട്ട് കാര്യമില്ല. നിർത്തുകയാണെങ്കിൽ താഴെ നിർത്തേണ്ടിയിരുന്നു. തൊട്ടടുത്തുള്ള ആളുകളെ വരെ ഒന്നും കാണില്ല കേട്ടോ. മുമ്പിൽ ആ വണ്ടി പോകുന്നത് മനസ്സിലാവണില്ല. ഒരു വണ്ടി പോകുന്നുണ്ട് മുമ്പിൽ, വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഓ പൊന്നെ, സംഭവം സ്പോട്ടെത്തി. ബ്രോ मुलेनगिरी मुलेनगिरी पीक ये क्या സീതാനഗിരി. ഇതേതോ സീതാനഗിരി എന്നാണ് പറയണത്. മുകളിലാണ് നമുക്ക് പോകേണ്ട സ്പോട്ട്. ബസ് നോട്ടല്ലോ അവള്. ഓ പൊന്നെ, കോടെന്നറിയോ. ഞാനിവിടെ നിന്ന് സൈഡാക്കാൻ നല്ല സ്പോട്ടുണ്ട് അവിടെ. എനിക്ക് 2 ഫോട്ടോ എടുക്കാം. ഗൈസ്, ഞാനൊരു പാർക്കിങ്ങിന് സ്പോട്ട് ഉണ്ട്, അപ്പോൾ സൈഡാക്കിയതാണ് കേട്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലെന്ന് പറയാൻ പോരാ, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മോനെ ഒന്നും കാണില്ല, താഴത്തേക്കൊന്നും ഒന്നും കാണില്ല.
അത്രയും കോടയാണ്, ഹെവി കോട. അവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. കണ്ടില്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു മുകളിലേക്ക് ബസ്സൊന്നും എൻ്ററില്ല. അപ്പോൾ അവിടെ അടിയിൽ ജീപ്പുണ്ട്, ആ ജീപ്പിനാണ് ഇങ്ങോട്ട് കയറുന്ന ആളുകൾ. ഇവിടെ കുറച്ച് നേരം നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തു. ഇനി കയറി നോക്കട്ടെ എന്താണ് മുകളിലേക്ക് എത്തുമ്പോൾ വരുന്നത്. ആളുകൾ നടന്നു വരുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. നടന്ന് കയറാനുള്ള പരിപാടിയിൽ പോയി വരണം രാവിലെ തന്നെ, ചിലപ്പോൾ ആയിരിക്കും. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തൊട്ട് മുമ്പിലെല്ലാവർക്കും ഒന്നും കാണുന്നില്ല ഗൈസ്. എന്താ മോനെ, അവിടെ നോക്കൊരു വണ്ടി വരുന്നുണ്ട്, അവിടെ മനസ്സിലാവുന്നില്ല. ഒരു കാരണവശാലും ഇതിലൊക്കെ പോരുമ്പോൾ സ്പീഡിൽ പോകാതിരിക്കുക, നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. ഓ, നിർത്തി കൊടുക്കുക, അവർ പോയിക്കോട്ടെ, ടൈമുണ്ടല്ലോ. ഇത് കൂടിയോ? തൊട്ടടുക്കെത്തിയിട്ടാണ് അവിടെ വണ്ടി വരുന്നുണ്ട്, അത് കാണുന്നതന്നെയല്ല കേട്ടോ. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അവിടെ ബാക്കിൽ വണ്ടി ഉണ്ടെന്നുള്ളത്. ഞാനൊന്ന് കയറട്ടെ മക്കളെ. എനിക്ക് തോന്നുന്നു ഞാൻ മുകളിലെത്തിയാൽ എനിക്ക് ഒന്നും കാണാൻ കഴിയില്ലെന്നാണ്, കാരണം അത്രയും കോടയാണ്. ഇതോ വരിയാണ് കാണുന്നത് കേട്ടോ. പെട്ടു, ഓട്ടയ്ക്ക് ഇത് കയറിയപ്പെടും. ഒരുത്തം കയറുന്നുണ്ട്, ഒരു കേരള വണ്ടി കയറുണ്ടൊക്കെ. ഇത് പാർക്കിംഗ് ഏരിയ ആണല്ലേ. ഞാൻ കരുതി അവിടുന്ന് കാണുമ്പോൾ ഒക്കെ സൈഡ് നിൽക്കണ മാതിരി തോന്നുന്നത്. ആ മോനെ, ഇവിടെ എല്ലാവരും സൈഡാക്കിയിട്ടേ ആസ്വദിക്കാണ്. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. കാണുന്നില്ല മക്കളെ, എത്തിയുള്ളൂ കേട്ടോ. ഇതാണ് സംഭവം. ഗൈസ്, ഇതല്ല കേട്ടോ മൂലനഗിരി പീക്ക്, ഇതിൻ്റെ താഴെ എന്നാണ് പറഞ്ഞത്. ഒന്ന് പോയേക്കാം. ഓ, നല്ല തിരക്കുണ്ട് കേട്ടോ. സംഭവം സ്പോട്ടെത്തി. പാർക്കിംഗ് അവിടെ, ബൈക്ക് പാർക്കിംഗ് ഉണ്ട് അവിടെ. ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. അങ്ങനെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം ഒന്നും കാണില്ല, കാരണം ഒന്നും കാണാതെ കൊണ്ടുവരുന്ന കാര്യമൊന്നുമില്ല. കയറി ആകട്ടെ, സംഭവം പൊളിയാണ്. വാഗമണിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു കോട കിട്ടുന്നത് മുല്ലനഗിരി പീക്കിലാണ്. ഇപ്പം സമയം 9 ശരിക്കും കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ ഞാൻ ഇതിലേറെ പൊട്ടിയും. ഇതാണ് കേട്ടോ കേസ് എൻട്രി പോയിന്റ്. നിങ്ങൾ ടിക്കറ്റൊന്നും കാണാനില്ല, ഇനി കയറി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഫുഡ് കഴിക്കാനും ചെറിയ പർച്ചേസിനൊക്കെ പറ്റിയ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കണം എന്തായാലും, ശനിയാഴ്ചയും കൂടെ അല്ലേ. ഫുഡ് വാട്ടർ ബോട്ടിൽ സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ്. അപ്പോൾ ഫുഡും വാട്ടർ ബോട്ടിലും വന്നിട്ട് കയറായിരിക്കട്ടോ. ഇതാക്കണോ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കണോട്ടെ ഒരാൾ. സംഭവം ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഒന്നും ഇല്ല എന്നാട്ടോ പറഞ്ഞത്. ഈ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പുകൾ 600 സ്റ്റെപ്പുകളുണ്ട്. കയറാൻ കുറച്ചുണ്ട് മക്കളെ. ഒരു രക്ഷയില്ലാതെ കോടട്ടോ. മുല്ലനഗിരി പീക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്പോട്ടാണ്. പീക്കിൻ്റെ മുകളിൽ കയറിയെത്തിയാലും ടെമ്പിൾ ആട്ടത്തിനുള്ളിൽ ഇവിടെ ചെരുപ്പ് ഉരുട്ടിട്ട് ഉള്ളിൽ കയറാനാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്.
സംഭവം ഇത്രക്കുള്ളൊരു ഹെവി കോട എൻ്റെ ജീവിതത്തിൽ ഇത് പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും. പോകാനൊക്കെ ഭയങ്കര ഇവിടുത്തെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞു, കാരണം ഇത് മറന്നുണ്ടാവുകൊണ്ട് കാറ്റ് ഇങ്ങോട്ട് കുറേ അടിക്കണില്ല, അങ്ങനെ ഒരു യൂസ് ഉണ്ട്. ഗൈസ് നല്ല തണുപ്പട്ടോ, ചെരുപ്പ് ഊരിയിട്ടാണ് പോണത്. ഞാൻ സത്യം പറഞ്ഞാൽ കയറുന്നില്ല എന്ന് കരുതിയതാണ്. പിന്നെ ഇവിടുത്തെ വന്നിട്ട് കയറാതെ പോയാൽ അത് മിസ്സാവും ചിലപ്പോൾ. എന്താണെന്ന് അറിയാലോ, കാരണം ഒട്ടിക്കത്തെ തണുപ്പാണ്, ഒട്ടിക്കത്തെ തണുപ്പാണ്, കാലിങ്ങനെ കോച്ചെന്ന് കിടന്നിട്ട്. ഗൈസ് ഇതാണ് കേട്ടോ ടെമ്പിള്. മുലനഗിരി പീക്കിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന ടെമ്പിളാണ് ഇത്. സംഭവം പൊളിയാണ്. ഉള്ളിൽ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡാണ്. നമ്മളുടെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാണ് കേട്ടോ. താഴെ കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങാം. ഇത് കഴിഞ്ഞിട്ടോണ്ടില്ല, ഞാൻ പതുക്കെ ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. മുലയനഗിരി പീക്കിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഇറങ്ങാണ്. സമുദ്ര കോടണ്ടെന്നുണ്ടെങ്കിൽ ഒരു രസമല്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ ചുറ്റുഭാഗം എന്താണ് അവസ്ഥ എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഹെവി കോടയാണ്, ഹെവി കോടയും വേണം, കുറച്ച് കോടയും വേണം, എന്നെ കാണാനും പറ്റണം, ആ റേഞ്ചിൽ വരണം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇനി പോവുകയാണ്. സംഭവം പീക്ക് ഒരു രക്ഷയില്ല. ചിക്കമംഗ്ലൂർ ഭാഗത്ത് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ പീക്ക്, മുളയനഗിരി പീക്ക്. ഇത് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ട ആൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഏതൊരു കമ്പനി വർക്ക് ചെയ്യാണ്. പിന്നെ ഈ അടുത്ത ഞാൻ പോകുന്ന ലൊക്കേഷനിലേക്ക് ആളുമുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൻ്റെ പേജൊക്കെ ട്രാക്ക് ട്രാവലർ എന്നതിനാണ് പേര്. അതും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക.